Hi everyone, welcome to Dylan's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലെമൺ പിക്കിൾ ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിലും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കിട്ടുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി 5 വലിയ ലെമൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ആവി കൊള്ളിക്കുക. ഇപ്പോൾ നമ്മുടെ നാരങ്ങ വാടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി ഉപ്പ് പുരട്ടി ഒരു ദിവസത്തേക്ക് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മളിത് അച്ചാറിടുമ്പോൾ ഇതിൽ കയ്പില്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിലൊരു കയ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് വയ്ക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും അലുമിനിയം ഒഴിവാക്കുക. ഇതിനാവശ്യമായത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുകിടുക. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് വഴറ്റാം. ഇപ്പോൾ ഇത് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ കുറച്ച് അതിൽ നീരെല്ലാം മടിയിൽ ഉണ്ടാവും. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കായം, ഉലുവ പൊടിച്ചത്, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതൊരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നടക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ വായിന്നെല്ലാം വെള്ളം ഊറുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.